ഹലോ, ഞാൻ ലിബിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ബ്രഹ്മയുഗം സിനിമ കണ്ടിട്ട് വന്ന വഴിയാണ്. പടം എനിക്കിഷ്ടപ്പെട്ടു. അതായത് ഒരു ക്ലാസിക്കൽ പടമായിട്ട് എനിക്ക് തോന്നിയത്. ക്ലാസ്സും മാസ് അത്ര വലിയ സീനല്ല, എന്നാലും ഒരു ക്ലാസ് ഹൊറർ പടം. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസൊക്കെ ഉണ്ടല്ലോ, എടുത്തു പറയേണ്ട സാധനം. മമ്മൂക്കയുടെ മാത്രമല്ല, ഇതിൽ ഈ പടത്തിൽ മെയിനായിട്ടും 5 ക്യാരക്ടേഴ്സും കണ്ടുള്ളൂ. 5 ക്യാരക്ടേഴ്സുള്ളൂ. അതിൽ 2 ക്യാരക്ടേഴ്സ് പോണ രീതിയൊക്കെ അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. അതിനുള്ള രസമാണ്. അത് തുടക്കം തന്നെ പോകും. പിന്നെ ബാക്കിയുള്ള 3 ക്യാരക്ടേഴ്സാണ് ഈ മമ്മൂക്കയും പിന്നെ അർജുൻ അശോകനും പിന്നെ സിദ്ധാർത്ഥും. ഇവരുടെ 3 പേരുടെ കയ്യിലാണ് പടം നിൽക്കുന്നത്. അതായത് എന്തുകൊണ്ടും ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. പിന്നെ ഇത് ഹൊറർ സിനിമയാണെന്ന് ചോദിച്ചാൽ ഹൊററാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഹൊറർ ഇല്ല. എന്നാൽ ഹൊറർ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട് താനും. ആ ഒരു ലെവലിൽ നിൽക്കണ പടം. കാരണം കണ്ടിട്ട് അത്ര പേടിപ്പെടുത്തുന്ന സീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മമ്മൂക്കയുടെ പെർഫോമൻസാണ് ഇതിൽ മികച്ച് നിൽക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. ആ ട്വിസ്റ്റൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അന്താളിപ്പ് നമുക്ക് തന്നെ വരും. ഇതെങ്ങനെ സംഭവിച്ചു ആ രീതിയിലൊക്കെ വരും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മമ്മൂക്കയുടെ കൊലച്ചിരി, അതായത് നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ, ട്രെയിലറിൽ ഒരു കൊലച്ചിരി പോലെ ഇല്ലേ, ആ ചിരി തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അതായത് ഒരു അറ്റ്മോസ് കണ്ടിട്ടുള്ളൊരു തിയേറ്ററിൽ, അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ വരുന്നത് കാണുകയാണെങ്കിൽ ആ ചിരിയും അതിൻ്റെ കൂട്ടത്തിലുള്ള BGM ഒക്കെ വരുമ്പോൾ ഒന്നിനൊന്നും മെച്ചം. എൻ്റെ പൊന്നോ, തിയേറ്ററിനടുത്ത് കുലുങ്ങായിരുന്നു. അമ്മാതിരി വൈബ്രേഷൻ നമ്മുടെ സീറ്റുമ്പോൾ നമുക്ക് കിട്ടും. എന്തുകൊണ്ടും ഒരു തിയേറ്ററിൽ പോയി കാണാനുള്ള പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പലർക്കും ഈ പടം ചിലപ്പോൾ ഒരു മുഷിപ്പ് കാര്യങ്ങളുണ്ടാക്കാം. അത് ഈ പടത്തിൻ്റെ ഫുൾ ഇതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെക്ഷനിലാണ് പടം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഇത് ഉൾക്കൊള്ളാനും സാധ്യത കുറവാണ്. എന്നിരുന്നാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സീനൊന്നും ഒഴിച്ചു നിർത്തിയാൽ പടം 100-ന് 100 മാർക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് പിന്നെ ഇതിൽ പാട്ട് കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതായത് പാട്ടോ അങ്ങനത്തെ ആക്ഷൻ സീൻസൊന്നുമില്ല. പിന്നെ മമ്മൂക്കയുടെ ഒരു എന്നിട്ടിപ്പോൾ പറയുക, ഒരു സൈക്കോ തരം ഉള്ള കഥാപാത്രം, അതാണ് ഇതിൽ കാണേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് കഴിയുമ്പോഴാണ് കഥയുടെ ഗതി തന്നെ മാറുന്നത്. എന്തായാലും കണ്ടു നോക്ക്, നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു.